ഹായ് ഫ്രണ്ട്സ്. ശ്രീ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുകയില്ല. പകരം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത ഒരു പരിഹാര മാർഗം. അതാണ് ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. കാരണം ഒരു ബൈ ഇലക്ഷനിലൂടെയാണ് ശ്രീമാൻ രാഹുൽ MLA ആകുന്നത്. വീണ്ടും ഒരു ബൈ ഇലക്ഷൻ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലം കോൺഗ്രസിന് നന്നാവുകയില്ല. അത് കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കുന്നു. നടപടിയെടുത്തുവെന്ന് കോൺഗ്രസ് അവകാശപ്പെടുകയും ചെയ്യാം. രാഹുലിന് MLA സ്ഥാനം നഷ്ടമാവുകയുമില്ല. എങ്ങനെയുണ്ട് പരിഹാരം? ഏതാണെങ്കിലും റിനി ആൻ ജോർജ് എന്ന് പറയുന്ന സിനിമാ നടിയെന്ന് അവകാശപ്പെടുന്ന ഒരു പെൺകുട്ടി ശ്രീമാൻ രാഹുലിനെതിരെ ആരോപണവുമായി എത്തിയപ്പോൾ അത് ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് എന്ന് ആരും കരുതിയിട്ടുണ്ടാവുകയില്ല. ആരോപണം ഉന്നയിക്കുന്നവരുടെ എണ്ണം 1, 2, 3, 4, 6 വരെയായി. ഇനിയും നീണ്ടേക്കാം. അതിൽ അവന്തിക എന്ന ട്രാൻസ്ജെൻഡറിന്റെ ആരോപണം എന്ന് പറയുന്നത് BJP സ്പോൺസേഡ് ആണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഞാനാണ് അവർക്ക് ധൈര്യം കൊടുത്തതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. ധൈര്യം കൊടുത്തതാണോ ധൈര്യവുമായി അങ്ങോട്ട് ചെന്നതാണോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇനിയും എത്രയാണ് സ്പോൺസേഡ് ആണ് എന്നുള്ളത് കണ്ടറിയായിരിക്കുന്നു. അതെന്തെങ്കിലും ആവട്ടെ, ശ്രീമാൻ രാഹുൽ ഇക്കാര്യത്തിൽ അത്ര മോശക്കാരനല്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ശ്രീമതി ആനി രാജ ഇന്ന് രാവിലെ പറയുന്നുണ്ട്, ഡൽഹിയിൽ ചില പെൺകുട്ടികൾക്ക് രാഹുലിന്റെ പക്കൽ നിന്നും മോശമായ അനുഭവം ഉണ്ടാവുകയുണ്ടായി എന്ന്. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങേരാളൊരു കൊടും ഭീകരനാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. രാജിവെക്കാതിരുന്നതുകൊണ്ടൊന്നും പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ്. ഭ്രൂണഹത്യക്ക് അയാൾ നിർബന്ധിക്കുന്ന ഓഡിയോ ക്ലിപ്പ്. ആ പെൺകുട്ടി ഇപ്പൊ എവിടെയാണ്? ആ കുഞ്ഞിനെ പ്രസവിച്ചോ അതോ കൊന്നു കളഞ്ഞോ ഒന്നും അറിയില്ല. അതൊക്കെ വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായ ഒരേ ഒരാളെ ഭൂമിയിലുള്ളൂ. അത് ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടമാണ്. ശ്രീമാൻ രാഹുൽ രാജിവെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് അയാൾ ഭ്രൂണഹത്യക്ക് നിർബന്ധിച്ച് ആ പെൺകുട്ടി ഇപ്പൊ എവിടെയാണ്? ആ കുട്ടിയെ പ്രസവിച്ചോ? ആ കുട്ടി ജീവനോടെ ഉണ്ടോ? ഇതൊക്കെ പറയാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി ശ്രീമാൻ രാഹുൽ തന്നെയാണ്. അയാളെ അറസ്റ്റ് ചെയ്യണം, ചോദ്യം ചെയ്യണം, സത്യം പുറത്തു കൊണ്ടുവരണം. ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനും അമ്മയ്ക്കും ജീവനാംശം വരെ ചെലവിന് കൊടുക്കണം. ഇയാളത് വാങ്ങിച്ചെടുക്കണം. അത് സമൂഹത്തിന്റെ കടമയാണ്. മഹാപാതമല്ല അയാൾ ചെയ്തത്. എന്നിട്ട് അവർ അവിവാഹിതയാണെങ്കിൽ ഇയാളുടെ കെട്ടാൻ പറയണം, അത്ര തന്നെ. ഏതാണെങ്കിലും അത്തരം കാര്യങ്ങളിലൊക്കെ നീതിയുക്തമായ പരിഹാരം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇയാൾ MLA സ്ഥാനം രാജിവെക്കോ വെക്കാതിരിക്കോ അത് മറ്റൊരു വിഷയമാണ്. വളരെ അന്യായമായി പോയി അയാളുടെ പല പ്രവർത്തനങ്ങളും. അതിനെയൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ ആർക്കും ആവുകയില്ല. ഒരു പരിഷ്കൃത സമൂഹത്തിനാവുകയില്ല. അയാൾ കോൺഗ്രസ് പാർട്ടി ഏത് പാർട്ടി ആവട്ടെ, അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ പരിഹാരം ഉണ്ടാക്കുക തന്നെ വേണം. അതാണ് ഇപ്പോഴത്തെ അടിയന്തര പ്രശ്നം എന്ന് പറയുന്നത്. അയാളെ കൊണ്ട് ഉത്തരം പറയിക്കണം. ചെയ്ത ഓരോ കാര്യങ്ങൾക്കും സത്യമായി തന്നെ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. FIR രജിസ്റ്റർ ചെയ്യണം, കേസ് എടുക്കണം, നടപടി ഉണ്ടാവണം.